രാത്രി ആകാശത്തിൽ മിന്നിത്തിളങ്ങുന്ന വസ്തുക്കളെ കാണുമ്പോൾ അതെല്ലാം എന്താണെന്നറിയാനുള്ള കൗതുകം പുരാതന കാലം മുതലേ മനുഷ്യരാശിക്കുണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ പുരാതന കാലത്തിൽ ബഹിരാകാശത്തിനെ നിരീക്ഷിക്കാൻ മനുഷ്യർക്ക് കണ്ണുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ കാലക്രമേണ ബഹിരാകാശ പര്യവേഷണം നടത്താനുള്ള ടെക്നോളജികൾ നമ്മൾ ഡെവലപ്പ് ചെയ്തു. മനുഷ്യരാശിയുടെ പുരോഗതിക്കനുസരിച്ച് ഈ ടെക്നോളജികളും പുരോഗമിച്ചുകൊണ്ടിരുന്നു. ഗലീലിയോയുടെ കയ്യിലൊതുങ്ങുന്ന കുഞ്ഞൻ ടെലിസ്കോപ്പിൽ നിന്നും ഇപ്പോൾ പല മീറ്ററുകൾ വലിപ്പമുള്ള ഭീമൻ ടെലിസ്കോപ്പുകളിൽ വരെ നമ്മൾ എത്തി. അതിനു പുറമെ അങ്ങ് ബഹിരാകാശത്തിൽ പോലും നമ്മൾ ടെലിസ്കോപ്പുകൾ സ്ഥാപിച്ചു. ഈ ടെക്നോളജികളുടെയൊക്കെ സഹായത്തോടെ ഇന്ന് നമുക്ക് നമ്മുടെ സൗരയൂഥത്തിലെ ഏത് ഗ്രഹത്തിനെ വേണമെങ്കിലും വളരെ വ്യക്തമായിട്ട് തന്നെ കാണാം. ഇത് ഭൂമിയിൽ തന്നെയുള്ള ഒരു ടെലിസ്കോപ്പ് ഉപയോഗിച്ച് പകർത്തിയ മാർസിന്റെ ചിത്രമാണ്. ബഹിരാകാശത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഹബിൾ ടെലിസ്കോപ്പിന് മാർസിനെ കൂടുതൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. മാർസിന്റെ ഉപരിതല സവിശേഷതകൾ പോലും ഈ ചിത്രത്തിൽ കാണാം. നമ്മുടെ സൗരയൂഥത്തിലെ അവസാനത്തെ ഗ്രഹമായ നെപ്റ്റ്യൂണിനെ വരെ ഹബിളിലൂടെ നല്ല ക്ലാരിറ്റിയോടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. സോളാർ സിസ്റ്റത്തിലെ വസ്തുക്കളെ മാത്രമല്ല, കോടിക്കണക്കിന് പ്രകാശ വർഷങ്ങൾക്കകലെയുള്ള വസ്തുക്കളെ പോലും നമ്മുടെ ടെലിസ്കോപ്പുകൾക്ക് കാണാൻ സാധിക്കും. അതിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടെലിസ്കോപ്പ് ഒരുപക്ഷെ ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ് തന്നെ ആയിരിക്കും. കാരണം 1300 കോടി പ്രകാശ വർഷങ്ങൾക്കകലെയുള്ള ഗാലക്സികളെ പോലും ഈ ടെലിസ്കോപ്പിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്രയും ഗംഭീരമായ ഈ ടെലിസ്കോപ്പ് ഉപയോഗിച്ച് നമുക്ക് എക്സോ പ്ലാനറ്റുകളെയും കാണാൻ സാധിക്കും. അങ്ങനെ JWST ഉപയോഗിച്ച് പകർത്തിയ ഒരു എക്സോ പ്ലാനറ്റിന്റെ ചിത്രമാണിത്. ഇത് ശരിക്കും ഒരു എക്സോ പ്ലാനറ്റിന്റെ ചിത്രം തന്നെയാണെന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. അത്രയ്ക്കും അവ്യക്തമാണ് ഈ ചിത്രം. ഇത് JWST പകർത്തിയ ചിത്രത്തിന്റെ മാത്രം കുഴപ്പമല്ല. മറ്റ് ടെലിസ്കോപ്സ് ഉപയോഗിച്ചും നിരവധി എക്സോ പ്ലാനറ്റ്സിന്റെ ചിത്രങ്ങൾ പകർത്തിയിട്ടുണ്ട്. പക്ഷെ എല്ലാം തന്നെ തീരെ അവ്യക്തമാണ്. ഇതൊക്കെ ഗ്രഹങ്ങളുടെ ചിത്രങ്ങൾ തന്നെയാണോ എന്ന് പോലും നമ്മൾ സംശയിച്ചു പോകും. ഇതെല്ലാം ഏതാനും ചില പ്രകാശ വർഷങ്ങൾ മാത്രം അകലെയുള്ള എക്സോ പ്ലാനറ്റ്സിന്റെ ചിത്രങ്ങളാണ്. എന്നിട്ടും അവയെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ കോടിക്കണക്കിന് പ്രകാശ വർഷങ്ങൾക്കകലെയുള്ള ഗാലക്സികളെ വരെ വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്ന നമ്മുടെ ടെലിസ്കോപ്പുകൾക്ക് എന്തുകൊണ്ടാണ് എക്സോ പ്ലാനറ്റ്സിനെ വ്യക്തമായിട്ട് കാണാൻ പറ്റാത്തത്? നമ്മുടെ ആധുനിക ടെക്നോളജികൾ ഉപയോഗിച്ച് അങ്ങനെ എക്സോ പ്ലാനറ്റ്സിനെ വ്യക്തമായി കാണാൻ പറ്റുന്ന ടെലിസ്കോപ്പുകൾ യഥാർത്ഥത്തിൽ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കുമോ? നമുക്ക് നോക്കാം. ലെൻസുകളും മിറേഴ്സും ഒക്കെ ഉപയോഗിച്ച് ടെലിസ്കോപ്പുകൾ അവയിൽ വന്ന് പതിക്കുന്ന പ്രകാശത്തിനെ വളച്ച് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യും. അനന്തരഫലമായി ടെലിസ്കോപ്പുകളിലൂടെ നോക്കുമ്പോൾ വസ്തുക്കളെ കൂടുതൽ മാഗ്നിഫൈ ചെയ്ത് കാണാൻ സാധിക്കും. അതായത് ഒരു ലെൻസിലൂടെ നോക്കുമ്പോൾ വസ്തുക്കളെ വലുതായിട്ട് കാണുന്നത് പോലെ. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ടെലിസ്കോപ്സിലൂടെ നോക്കുമ്പോൾ വസ്തുക്കളുടെ ആംഗുലാർ സൈസ് വർദ്ധിക്കും. ഇതുകൊണ്ടാണ് ടെലിസ്കോപ്സിന് അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നത്. പക്ഷേ എന്നിട്ടും എക്സോ പ്ലാനറ്റ്സിനെ വ്യക്തമായിട്ട് കാണാൻ പറ്റാത്തതിന്റെ ഏറ്റവും പ്രധാന കാരണം അവയുടെ തീരെ ചെറിയ ആംഗുലാർ സൈസ് കാരണമാണ്. ഒരു വസ്തുവിന് നമ്മുടെ ഫീൽഡ് ഓഫ് വ്യൂവിൽ കാണപ്പെടുന്ന വലിപ്പമാണ് ആംഗുലാർ സൈസ്. ഉദാഹരണത്തിന് ഒരുപാട് അകലെയുള്ള ഒരു വാഹനത്തിന്റെ വലിപ്പം നമ്മുടെ കാഴ്ചപ്പാടിൽ തീരെ ചെറുതായിരിക്കും. അതുകൊണ്ട് തന്നെ ആ വാഹനത്തിന്റെ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല. എന്നാൽ ആ വാഹനം അടുത്തോട്ട് വരുന്നതിനനുസരിച്ച് അതിന്റെ വലിപ്പം കൂടുന്നതായിട്ട് കാണപ്പെടും. അതായത് അതിന്റെ ആംഗുലാർ സൈസ് അവിടെ കൂടുകയാണ്. അപ്പോൾ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് കൂടുതൽ വ്യക്തമായിട്ട് കാണാനും സാധിക്കും. ഇങ്ങനെ ആംഗുലാർ സൈസ് കുറഞ്ഞ വസ്തുക്കളുടെ ഡീറ്റെയിൽസ് കാണാൻ പറ്റാത്തതിന്റെ കാരണം പ്രകാശം വേവ്സ് ആയിട്ട് പെരുമാറുന്നത് കൊണ്ടാണ്. അതായത് പ്രകാശം നമ്മുടെ കണ്ണുകളും ടെലിസ്കോപ്പും പോലെയുള്ള ഏതെങ്കിലും ഓപ്പണിങ്ങിലൂടെ കടന്നു പോകുമ്പോൾ വളയുകയും വ്യാപിക്കുകയും ചെയ്യും. ഈ പ്രതിഭാസത്തിനെയാണ് ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ജലത്തിലും നമുക്ക് ഇതേ പ്രതിഭാസം കാണാൻ സാധിക്കും. ഈ ഡിഫ്രാക്ഷൻ കാരണം അകലെയുള്ള ഒരു പോയിന്റിൽ നിന്നും വരുന്ന പ്രകാശം കൃത്യമായും അതേപോലെ തന്നെ ഒരു പോയിന്റിൽ വന്ന് ഫോക്കസ് ആയിട്ട് പതിക്കില്ല. അങ്ങനെ പതിച്ചാലേ ആ പോയിന്റിനെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റൂ. പക്ഷെ അതിന് പകരം ആ പ്രകാശം വളയുകയും പടരുകയും ചെയ്യുന്നതിനാൽ ആ പോയിന്റിനെ മങ്ങിയതായിട്ടും പോയിന്റിന് ചുറ്റും ഒരുപാട് വളയങ്ങൾ ഉള്ളതായിട്ടുമായിരിക്കും നമ്മൾ കാണുന്നത്. പ്രകാശം കടന്നു പോകുന്ന ഓപ്പണിംഗിന്റെ വലിപ്പം കുറയുന്നതിനനുസരിച്ച് അവിടെ സംഭവിക്കുന്ന ഡിഫ്രാക്ഷന്റെ അളവ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ പോയിന്റ് കൂടുതൽ മങ്ങിയ രീതിയിലായിരിക്കും കാണപ്പെടുന്നത്. എന്നാൽ ഓപ്പണിംഗിന്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് ഡിഫ്രാക്ഷന്റെ അളവ് കുറയും. അപ്പോൾ ആ പോയിന്റിനെ കൂടുതൽ വ്യക്തമായിട്ട് കാണാനും പറ്റും. ഇതുകൊണ്ടാണ് കൂടുതൽ വലിപ്പമുള്ള ടെലിസ്കോപ്സിന് കൂടുതൽ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നത്.
ചുരുക്കി പറഞ്ഞാൽ അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായിട്ട് കാണണമെങ്കിൽ ഒന്നുകിൽ ആ വസ്തുക്കളുടെ അടുത്തു പോകണം. അപ്പോൾ അതിന്റെ ആംഗുലാർ സൈസ് കൂടുകയും അതിനെ കൂടുതൽ വ്യക്തമായിട്ട് കാണുകയും ചെയ്യാം. പക്ഷേ എക്സോ പ്ലാനറ്റ്സിന്റെ അടുത്തു പോവുക എന്നത് നമ്മുടെ ഇപ്പോഴത്തെ ടെക്നോളജി വെച്ച് അസാധ്യമാണ്. പകരം രണ്ടാമത്തെ മാർഗം എന്നത് കൂടുതൽ വലിപ്പമുള്ള ടെലിസ്കോപ്സ് ഉപയോഗിക്കുക എന്നതാണ്. അപ്പോഴും ആ വസ്തുവിന്റെ ആംഗുലാർ സൈസ് കൂടുകയും അതിനെ കൂടുതൽ വ്യക്തമായിട്ട് കാണുകയും ചെയ്യാൻ സാധിക്കും. അത് മാത്രമല്ല, കൂടുതൽ വലിപ്പമുള്ള ടെലിസ്കോപ്പിന് കൂടുതൽ പ്രകാശം ശേഖരിക്കാൻ കഴിയും. കൂടുതൽ പ്രകാശം ശേഖരിക്കുമ്പോൾ വസ്തുക്കളെ കൂടുതൽ ബ്രൈറ്റ് ആയിട്ട് കാണാൻ പറ്റും. അതും ബഹിരാകാശ വസ്തുക്കളെ കൂടുതൽ വ്യക്തമായിട്ട് കാണാൻ സഹായിക്കും. ഇതുകൊണ്ടാണ് ശാസ്ത്രലോകം ഇന്ന് വളരെ വലിയ ടെലിസ്കോപ്പുകൾ നിർമ്മിച്ചിട്ടുള്ളത്. ഇതുവരെ നിർമ്മിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ടെലിസ്കോപ്പ് എന്നത് കനാറി ഐലൻഡ്സിൽ സ്ഥാപിച്ചിരിക്കുന്ന ഗ്രാൻഡ് ടെലിസ്കോപ്പിയോ കനാരിയസ് ആണ്. ഏതാണ്ട് 10.5 മീറ്ററാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മിററിന്റെ ഡയമീറ്റർ. എന്നാൽ അറ്റാക്കാമ മരുഭൂമിയിൽ എക്സ്ട്രീംലി ലാർജ് ടെലിസ്കോപ്പ് എന്നൊരു ടെലിസ്കോപ്പ് നിർമ്മിക്കുന്നുണ്ട്. 39 മീറ്റർ വലിപ്പമുള്ള മിറർ ആയിരിക്കും ഈ ടെലിസ്കോപ്പിൽ ഉപയോഗിക്കാൻ പോകുന്നത്. താരതമ്യേന പറഞ്ഞാൽ JWSTയിലുള്ളത് വെറും 6.5 മീറ്റർ വലിപ്പമുള്ള മിററാണ്. ഈ മിറർ ഉപയോഗിച്ച് 1000 കോടി പ്രകാശ വർഷങ്ങൾക്കകലെയുള്ള ഗാലക്സികളെ പോലും JWSTക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ELT എത്രമാത്രം പവർഫുൾ ആയിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേയുള്ളൂ. പക്ഷേ ഇത്രയും വലിപ്പമുള്ള ELT ടെലിസ്കോപ്പിന് പോലും എക്സോ പ്ലാനറ്റ്സിനെ വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്തെന്നാൽ എക്സോ പ്ലാനറ്റ്സിന്റെ ആംഗുലാർ സൈസ് അത്രയേറെ ചെറുതാണ്. കൃത്യമായി പറഞ്ഞാൽ ഒരു ഗാലക്സിയേക്കാൾ പല ലക്ഷം കോടി മടങ്ങ് ചെറുതാണ് ഒരു എക്സോ പ്ലാനറ്റ്. അതുകൊണ്ട് തന്നെ അവയുടെ തീരെ ചെറിയ ആംഗുലാർ സൈസ് കാരണം ഏറ്റവും വലിയ ടെലിസ്കോപ്പുകൾക്ക് പോലും അവയെ വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല. ഈ പറഞ്ഞത് നമ്മുടെ ടെലിസ്കോപ്സിന്റെ പരിധിയെക്കുറിച്ച് മാത്രമാണ്. പക്ഷേ എക്സോ പ്ലാനറ്റ്സിനെ കാണാൻ പറ്റാത്തതിന് വേറെയും ചില കാരണങ്ങളുണ്ട്. കോടിക്കണക്കിന് ലൈറ്റ് ഇയേഴ്സ് അകലെയുള്ള ഗാലക്സികളെയും അതുപോലെ ഒരുപാട് അകലെയുള്ള നക്ഷത്രങ്ങളെയും കാണാൻ പറ്റുന്നത് അവയുടെ ശോഭയേറിയ പ്രകാശം കാരണമാണ്. എന്നാൽ എക്സോ പ്ലാനറ്റ്സിൽ നിന്നും അങ്ങനെ ഒരു പ്രകാശവും വരുന്നില്ല. കാരണം അവയ്ക്ക് നക്ഷത്രങ്ങളെ പോലെ സ്വന്തമായിട്ട് പ്രകാശം പുറപ്പെടുവിക്കാനാകില്ല. ബഹിരാകാശം എന്നത് പൂർണ്ണമായ അന്ധകാരമാണ്. അതുകൊണ്ട് തന്നെ ഈ അന്ധകാരത്തിൽ എക്സോ പ്ലാനറ്റ്സിനെ കാണുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. താരതമ്യേന പറഞ്ഞാൽ പൂർണ്ണമായ അന്ധകാരത്തിൽ അകലെയുള്ള ഒരു സ്ട്രീറ്റ് ലൈറ്റ് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ നമ്മുടെ സമീപത്തുള്ള ഒരു ചെറിയ കല്ല് നമുക്ക് കാണാൻ കഴിയില്ല. ഇതേപോലെയാണ് എക്സോ പ്ലാനറ്റ്സിനെ നിരീക്ഷിക്കുമ്പോഴുള്ള അവസ്ഥയും. അതുമാത്രമല്ല, മറ്റൊരു കാര്യം, നക്ഷത്രങ്ങളുടെ തീവ്രമായ പ്രകാശം കാരണം അതിനു ചുറ്റുമുള്ള ഗ്രഹങ്ങളെയൊന്നും കാണാൻ പറ്റില്ല. താരതമ്യേന പറഞ്ഞാൽ അകലെയുള്ള സ്ട്രീറ്റ് ലൈറ്റിനെ നമുക്ക് കാണാം. പക്ഷേ ആ ലൈറ്റിലിരിക്കുന്ന കുഞ്ഞൻ പ്രാണിയെ നമുക്ക് കാണാൻ പറ്റില്ല. എക്സോ പ്ലാനറ്റ്സിനെ നിരീക്ഷിക്കുമ്പോഴും ഇതേ പ്രശ്നമുണ്ട്. അതിനാൽ പലപ്പോഴും നക്ഷത്രങ്ങളുടെ പ്രകാശത്തിനെ മറച്ചു പിടിച്ചിട്ടാണ് അതിനു ചുറ്റുമുള്ള എക്സോ പ്ലാനറ്റ്സിനെ നിരീക്ഷിക്കുന്നത്. അതായത് എതിരെ വരുന്ന വാഹനത്തിനെ കാണാൻ നമ്മൾ കൈകൾ കൊണ്ട് ആ വാഹനത്തിന്റെ ഹെഡ്ലൈറ്റിനെ മറച്ചു പിടിക്കുന്നത് പോലെ കൊറോണാഗ്രഫി എന്നാണ് ഇതിനെ പറയുന്നത്. എന്തായാലും ഇങ്ങനെ നിരവധി കാരണങ്ങൾ ഉള്ളതുകൊണ്ടാണ് എക്സോ പ്ലാനറ്റ്സിനെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റാത്തത്. ഇതേ കാരണം കൊണ്ട് തന്നെയാണ് ഇതുവരേക്കും നമ്മൾ അധികം എക്സോ പ്ലാനറ്റ്സിനെയൊന്നും കണ്ടെത്തിയിട്ടില്ലാത്തത്. നമ്മുടെ ഗാലക്സിയിൽ ഏറ്റവും കുറഞ്ഞത് 10,000 കോടി നക്ഷത്രങ്ങളെങ്കിലും ഉണ്ടെന്നാണ് നിഗമനം. ഇതുവരെ നടത്തിയ നിരീക്ഷണങ്ങളിൽ നിന്നും എല്ലാ നക്ഷത്രങ്ങൾക്ക് ചുറ്റിലും കുറഞ്ഞത് ഒരു ഗ്രഹമെങ്കിലും ഉണ്ടായിരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ ആകെ വെറും 5000-ഓളം എക്സോ പ്ലാനറ്റ്സിനെ മാത്രമേ ഇതുവരേക്കും നമ്മൾ കണ്ടെത്തിയിട്ടുള്ളൂ. നമ്മുടെ ഏറ്റവും സമീപത്തുള്ള എക്സോ പ്ലാനറ്റ് പ്രോക്സിമ ബി ആണ്. അത് ഏതാണ്ട് വെറും 4 പ്രകാശ വർഷങ്ങൾക്കകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത്രയും സമീപത്തുള്ള ഈ എക്സോ പ്ലാനറ്റിനെ കാണണമെങ്കിൽ പോലും നമുക്ക് 2 കിലോമീറ്റർ വലിപ്പമുള്ള ടെലിസ്കോപ്പ് ആവശ്യമാണ്. അതും നമ്മൾ മാർസിനെയും വീനസിനെയും ഒക്കെ കാണുന്നതിന്റെ അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് കാണാനൊന്നും പറ്റില്ല. പകരം ഗ്രഹത്തിന്റെ ഏതാണ്ടൊരു ആകൃതി മാത്രമേ കാണാൻ പറ്റൂ. അതായത് പ്ലൂട്ടോയെ കാണുന്നത് പോലെ. ഇനി ഹബിൾ ടെലിസ്കോപ്പ് മാർസിനെ കാണുന്ന എത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പ്രോക്സിമ ബിയെ കാണണമെങ്കിൽ ഏകദേശം 800 കിലോമീറ്റേഴ്സ് വലിപ്പമുള്ള ടെലിസ്കോപ്പ് ആവശ്യമാണ്. ഇനി ആ എക്സോ പ്ലാനറ്റിന്റെ ഉപരിതല സവിശേഷതകൾ കാണണമെങ്കിൽ, അതായത് അവിടെയുള്ള മലകളും ഘടനകളും ഒക്കെ കുറച്ചെങ്കിലും വ്യക്തമായിട്ട് കാണാൻ നമുക്ക് 2500 കിലോമീറ്റേഴ്സോളം വലിപ്പമുള്ള ഒരു ടെലിസ്കോപ്പ് വേണം. ഇത് ഏറ്റവും സമീപത്തുള്ള എക്സോ പ്ലാനറ്റിന്റെ കാര്യമാണ്. ഭൂമിയുമായിട്ട് ഏറ്റവും സാമ്യതയുണ്ടെന്ന് പറയപ്പെടുന്ന ഒരു എക്സോ പ്ലാനറ്റ് ആണ് കെപ്ലർ 452b. ഇത് ഏകദേശം 1400 പ്രകാശ വർഷങ്ങൾക്കകലെയാണ് നിലനിൽക്കുന്നത്. ഈ എക്സോ പ്ലാനറ്റിന്റെ ഉപരിതല സവിശേഷതകൾ കാണാനാണെങ്കിൽ ഏതാണ്ട് 8 ലക്ഷം കിലോമീറ്റർ വലിപ്പമുള്ള ഒരു ടെലിസ്കോപ്പ് നിർമ്മിക്കണം.
8 ലക്ഷം കിലോമീറ്റേഴ്സ് എന്നത് നമ്മുടെ സൂര്യന്റെ പകുതിയിൽ കൂടുതൽ വലിപ്പമാണ്. താരതമ്യേന പറഞ്ഞാൽ നമ്മുടെ ഭൂമിയുടെ വലിപ്പം എന്നത് വെറും 12,756 കിലോമീറ്റേഴ്സ് മാത്രമാണ്. ഇനി അപ്പുറത്ത് ആൻഡ്രോമെഡ ഗാലക്സിയിലുള്ള ഒരു എക്സോ പ്ലാനറ്റിനെ കാണാനാണെങ്കിൽ ഏതാണ്ട് നമ്മുടെ സൗരയൂഥത്തിന്റെ അത്ര വലിപ്പമുള്ള ഒരു ടെലിസ്കോപ്പ് ആവശ്യമാണ്. ഇത്രയും വലിയ ടെലിസ്കോപ്സ് നിർമ്മിക്കുക എന്നത് പൂർണ്ണമായും അസാധ്യമാണ്. എന്നിരുന്നാലും ഇതിന് ചില പ്രതിവിധികളുണ്ട്. ഒരു വലിയ ടെലിസ്കോപ്പ് ഉപയോഗിക്കുന്നതിന് പകരം ഒന്നിലധികം ടെലിസ്കോപ്പുകളെ ഒരൊറ്റ ടെലിസ്കോപ്പ് പോലെ ഉപയോഗിക്കാം. അതിനെയാണ് ഇന്റർഫെറോമീറ്റർ എന്ന് പറയുന്നത്. ഇന്റർഫെറോമീറ്ററിൽ നിരവധി ടെലിസ്കോപ്പുകൾ ഉണ്ടായിരിക്കും. എല്ലാ ടെലിസ്കോപ്സും ഒരേ സമയം ഒരേ വസ്തുവിനെ തന്നെ ആയിരിക്കും നിരീക്ഷിക്കുന്നത്. ഓരോ ടെലിസ്കോപ്പും മറ്റൊന്നിൽ നിന്നും കുറച്ച് അകലെയായിരിക്കും സ്ഥാപിച്ചിരിക്കുന്നത്. അതിനാൽ അവ ശേഖരിക്കുന്ന പ്രകാശത്തിലും വ്യത്യാസമുണ്ടായിരിക്കും. അതായത് ഒരു വലിയ ടെലിസ്കോപ്പിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ പ്രകാശം വന്ന് പതിക്കുന്നത് പോലെയാണ് ഇന്റർഫെറോമീറ്ററിൽ ഓരോ ടെലിസ്കോപ്പിലും പ്രകാശം വന്ന് പതിക്കുന്നത്. ഈ ടെലിസ്കോപ്പുകൾ ശേഖരിക്കുന്ന ഡാറ്റ മുഴുവൻ ഒരു പ്രധാന കമ്പ്യൂട്ടറിലേക്ക് അയക്കും. കമ്പ്യൂട്ടർ ആ ഡാറ്റയെ മൊത്തം അനലൈസ് ചെയ്ത് ഒരു ചിത്രമാക്കി മാറ്റുകയും ചെയ്യും. ഇങ്ങനെയാണ് ഇന്റർഫെറോമീറ്റർ പ്രവർത്തിക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് ഇന്റർഫെറോമീറ്ററിന്റെ ആംഗുലാർ റെസൊല്യൂഷൻ ഒരു വലിയ ടെലിസ്കോപ്പിന് തുല്യമായിരിക്കും. എന്നുവെച്ചാൽ ഒരു വലിയ ടെലിസ്കോപ്പിന് എത്ര ചെറിയ വസ്തുവിനെ കാണാൻ കഴിയുമോ അതേ വസ്തുവിനെ ഇന്റർഫെറോമീറ്ററിനും കാണാൻ സാധിക്കും. ഈ ടെക്നോളജി ഓൾറെഡി ശാസ്ത്രലോകം ഉപയോഗിക്കുന്നുണ്ട്. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് അറ്റാക്കാമ മരുഭൂമിയിൽ സ്ഥാപിച്ചിരിക്കുന്ന വെരി ലാർജ് ടെലിസ്കോപ്പ്. ഇതിൽ 8 ടെലിസ്കോപ്സ് ഉണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ 200 മീറ്റേഴ്സ് വലിപ്പമുള്ള വലിയൊരു ടെലിസ്കോപ്പിന് തുല്യമാണ്. പക്ഷേ ഇതിനേക്കാൾ വലുതാണ് ഇവന്റ് ഹൊറൈസോൺ ടെലിസ്കോപ്പ്. ഇത് ലോകമെമ്പാടുമുള്ള നിരവധി ടെലിസ്കോപ്സിന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഇന്റർഫെറോമീറ്റർ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഇന്റർഫെറോമീറ്റർ ഭൂമിയുടെ അത്ര വലിപ്പമുള്ള ഒരു ബ്രഹ്മാണ്ഡമായ ടെലിസ്കോപ്പിന് തുല്യമാണ്. പക്ഷേ ഇത് റേഡിയോ തരംഗങ്ങളെയാണ് ഡിറ്റക്ട് ചെയ്യുന്നത്, അല്ലാതെ ദൃശ്യപ്രകാശത്തിനെ അല്ല. എന്തായാലും ഇന്റർഫെറോമീറ്ററിന് പല പോരായ്മകളുമുണ്ട്. പ്രധാന പ്രശ്നം എന്നത് ഒരു വലിയ ടെലിസ്കോപ്പ് ശേഖരിക്കുന്നതിന്റെ അത്ര പ്രകാശം ഇന്റർഫെറോമീറ്ററിന് ശേഖരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇന്റർഫെറോമീറ്റർ പകർത്തുന്ന ചിത്രങ്ങൾ ശരിക്കും ഒരു വലിയ ടെലിസ്കോപ്പ് പകർത്തുന്നതിന്റെ അത്ര ഡീറ്റെയിൽഡ് ആയിരിക്കില്ല. മറ്റൊരു പ്രശ്നം, ഇന്റർഫെറോമീറ്റർ പകർത്തുന്ന ഡാറ്റയൊക്കെ അനലൈസ് ചെയ്യുക എന്നത് അത്ര നിസ്സാരമായ കാര്യമല്ല. താരതമ്യേന പറഞ്ഞാൽ ഒരു കുളത്തിൽ കല്ലെടുത്തിടുമ്പോൾ അവിടെ ധാരാളം റിപ്പിൾസ് ഉണ്ടാകും. ഇന്റർഫെറോമീറ്റർ പകർത്തുന്ന ഡാറ്റ ഈ റിപ്പിൾസിന് തുല്യമാണ്. ഈ റിപ്പിൾസിനെ റിവേഴ്സ് ആയിട്ട് അനലൈസ് ചെയ്യുമ്പോൾ അതിന് കാരണമായ കല്ല് കുളത്തിൽ എവിടെയാണ് വന്ന് വീണതെന്ന് കണ്ടെത്താൻ സാധിക്കും. പക്ഷെ അത് എത്രത്തോളം പ്രയാസകരമായ ഒരു കാര്യമാണെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേയുള്ളൂ. ഏകദേശം ഇതേപോലെയാണ് ഇന്റർഫെറോമീറ്റർ പകർത്തുന്ന ഡാറ്റ അനലൈസ് ചെയ്യുന്നത്. ഇനി ഭീമാകാരമായ ടെലിസ്കോപ്സിന് പകരം വെക്കാൻ മറ്റൊരു മാർഗവും കൂടെയുണ്ട്. അതാണ് ഗ്രാവിറ്റേഷണൽ ലെൻസിംഗ്. അതായത് ഗ്രാവിറ്റി കൂടിയ വലിയ വസ്തുക്കൾക്ക് ചുറ്റുമുള്ള സ്പേസ് ടൈം വളയപ്പെടും. അതിനാൽ അത്തരം വസ്തുക്കൾക്ക് പിന്നിൽ നിന്നും വരുന്ന പ്രകാശം അവയ്ക്ക് ചുറ്റിലൂടെ വളഞ്ഞ് മുന്നിലെത്തുമെന്ന് മാത്രമല്ല, ഒരു ലെൻസ് പ്രകാശത്തിനെ ഒരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യുന്നത് പോലെ ഗ്രാവിറ്റേഷണൽ ലെൻസിംഗിലും പ്രകാശം ഒരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യപ്പെടും. അതായത് അവിടെ മാഗ്നിഫിക്കേഷൻ ആണ് നടക്കുന്നത്. ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള മാഗ്നിഫിക്കേഷൻ ആയിരിക്കും. അനന്തരഫലമായി ആ പോയിന്റിൽ നിന്നാൽ പിന്നിലുള്ള വസ്തുവിനെ വളരെ വ്യക്തമായിട്ട് കാണാനും സാധിക്കും. ഇതാണ് ഗ്രാവിറ്റേഷണൽ ലെൻസിംഗ് പ്രതിഭാസം. ഈ പ്രതിഭാസം ബഹിരാകാശത്തിൽ പലതവണ നമ്മൾ കണ്ടിട്ടുണ്ട്. ദൃശ്യപ്രപഞ്ചത്തിന്റെ അതിരിലുള്ള മിക്കവാറും ഗാലക്സികളെയും നമുക്ക് കാണാൻ കഴിയുന്നതിന്റെ കാരണം യഥാർത്ഥത്തിൽ ഗ്രാവിറ്റേഷണൽ ലെൻസിംഗ് ആണ്. അതായത് ആ ഗാലക്സികളുടെ പ്രകാശം ഭീമാകാരമായ ഗാലക്സി ക്ലസ്റ്ററുകൾ കാരണം വളഞ്ഞ് നമ്മളിലേക്ക് ഫോക്കസ് ചെയ്യപ്പെടുകയാണ്. ഇതേ പ്രതിഭാസം നമ്മുടെ സൂര്യനും ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ സൂര്യന്റെ ഗ്രാവിറ്റി പ്രകാശം ഫോക്കസ് ചെയ്യുന്ന സ്ഥലത്തിലേക്ക് പോയാൽ സൂര്യന് പിന്നിലുള്ള വസ്തുക്കളെയൊക്കെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. എക്സോ പ്ലാനറ്റ്സിന്റെ ഉപരിതലം വരെ കാണാൻ പറ്റും. പക്ഷേ പ്രശ്നം എന്താണെന്നാൽ അങ്ങനെ സൂര്യൻ പ്രകാശത്തിനെ ഫോക്കസ് ചെയ്യുന്നത് ഏതാണ്ട് 8500 കോടി കിലോമീറ്ററുകൾക്ക് അകലെയാണ്. എന്നുവെച്ചാൽ സൂര്യനിൽ നിന്നും പ്ലൂട്ടോ വരെയുള്ള ദൂരത്തിന്റെ 14 മടങ്ങ് ദൂരത്തിൽ. മനുഷ്യരാശി അയച്ചിട്ടുള്ള പേടകങ്ങളിൽ വെച്ച് ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെ എത്തിയത് വോയേജർ 1 പേടകമാണ്. പക്ഷെ അതുപോലും ഈ ദൂരത്തിന്റെ വെറും 30% ദൂരത്തിൽ എത്തിയതേയുള്ളൂ. അതുകൊണ്ട് തന്നെ നിലവിൽ നമുക്ക് സൂര്യന്റെ ഗ്രാവിറ്റേഷണൽ ലെൻസിങ്ങിനെ ഉപയോഗിക്കാൻ കഴിയില്ല. എന്നിരുന്നാലും ഭാവിയിൽ ഒരുപക്ഷെ നമുക്ക് അവിടെ ഒരു ഡിറ്റക്ടർ സ്ഥാപിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും സൂര്യന്റെ ഗ്രാവിറ്റേഷണൽ ലെൻസിംഗ് ഉപയോഗിച്ച് വ്യക്തമായിട്ട് തന്നെ എക്സോ പ്ലാനറ്റ്സിനെ കാണാൻ സാധിക്കും. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ സൂര്യന്റെ അത്ര വലിപ്പമുള്ള ഒരു ടെലിസ്കോപ്പ് ഉപയോഗിക്കുന്നത് പോലെയാണ്. അനന്തരഫലമായി അതിലൂടെ 10,000 പ്രകാശ വർഷങ്ങൾക്ക് അകലെയുള്ള എക്സോ പ്ലാനറ്റ്സിനെ പോലും കാണാൻ സാധിക്കും. വെറുതെ കാണാൻ പറ്റുമെന്ന് മാത്രമല്ല, അവയുടെ ഉപരിതല സവിശേഷതകൾ വരെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും.